السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله والعاقبة للمتقين. പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്ന ഒരു വളരെ സുപ്രസിദ്ധമായ ഒരു ഹദീസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. സബഅത്തുൻ യളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്തൊരു ദിവസം. നമുക്കറിയാം, അത് മഹ്ശറാണ്. അള്ളാഹുവിൻ്റെ തണൽ എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലാണ്. അള്ളാഹുവിൻ്റെ അർശ് ആണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉപമ നമുക്ക് മനസ്സിലാക്കാനായി ഒരു മരുഭൂമിയുടെയും മോതിരത്തിൻ്റെയും ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു മരുഭൂമിയിൽ ഒരു മോതിരമിട്ടാൽ ആ മോതിരമാണ് അള്ളാഹുവിൻ്റെ കുർസി. കുർസി എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കാല് വെക്കുന്ന ഒരു പീഠം പോലുള്ള ഒരു സാധനത്തിനാണ് കുർസി എന്ന് പറയുന്നത്. അപ്പോൾ കുർസിയും അർശും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ഈ മോതിരത്തിൻ്റെ വലിപ്പമാണ് കുർസിയോട് താരതമ്യം ചെയ്യുന്നത്. ആ മരുഭൂമിയാണ് അർശ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഈ പ്രപഞ്ചം മുഴുവൻ എടുത്താൽ ഈ പ്രപഞ്ചം മോതിരത്തിന് സമാനമാണ്. മരുഭൂമിയാണ് കുർസി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വിശാലമായ ചെറിയൊരു ഉപമയിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ചെറിയ ധാരണ കൊണ്ടുവരാൻ വേണ്ടി മാത്രമേ ഇത് ഉപകരിക്കൂ. അതല്ലാതെ മറ്റൊന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാകില്ല. അത്രയും വലുതാണ് അല്ലാഹുവിൻ്റെ അർശ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ അർശിൻ്റെ തണലാണ് ഇൻഷാ അല്ലാഹ് മഹ്ശറിൽ വെച്ച് അള്ളാഹു നൽകുക. എന്തിനാണ് ഈ തണലിൻ്റെ ആവശ്യം വരിക? കാരണം നമുക്കറിയുന്നത് പോലെ തലയ്ക്ക് മീതെ ഒരു ചാൺ മുകളിൽ മാത്രം സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. അന്നെല്ലാവർക്കും പ്രയാസമാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. വിചാരണ തുടങ്ങിയിട്ടില്ല. എന്ത് ആകും ഓരോരുത്തരുടെയും അവസ്ഥ എന്ന് അറിയാതെ എല്ലാവരും ആകെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്താണ് ഈ തണൽ ലഭിക്കുക. ആ തണലുള്ള ആളുകൾക്ക് എന്തായാലും അതൊരു സുഖകരമായ അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ 7 വിഭാഗം ആളുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. 7 ആളുകളല്ല, അത് 7 വിഭാഗമാണ്. ഓരോ വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിലൊന്നാമതായി ഇമാമുൻ ആദിൽ, അതായത് നീതിമാനായ ഒരു ഭരണാധികാരിയാണ്. ഹാക്കിമൻ ഔ മസ്ഊലൻ, ഒരു ന്യായാധിപൻ, അതല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ടയാൾ. അയാളെ ഏൽപ്പിച്ച ആ ഒരു കാര്യത്തിൽ വളരെ നീതിയോടുകൂടി നിർവഹിക്കുന്ന ഒരാൾ. ബൈന റഅയ്യ, അയാളുടെ കീഴിലുള്ള ആളുകൾക്കിടയിൽ. അള്ളാഹുവിൻ്റെ അല്ലാതെ മറ്റൊരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാത്ത, എല്ലാ നിലക്കും നീതിയോടുകൂടി വർദ്ധിക്കുന്ന ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ കയ്യിലൊരു പാവയുമായി പോകുന്നതായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഇത് എന്താണ് നീ കൊണ്ടുപോകുന്നത്? അപ്പോൾ എൻ്റെ ഒരു മകന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. നിനക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 2 മക്കളാണ്. അപ്പോൾ മറ്റേ മകനെ നീ എന്ത് വാങ്ങിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യനെ കൊണ്ട് 2ാമതും ഒരെണ്ണം വാങ്ങിപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടുന്നത്. ഇവിടെ നമുക്കൊരു മാതൃകയുണ്ട്. മക്കൾക്കിടയിലും നീതി അത്യന്താപേക്ഷിതമാണ്. മക്കൾക്കിടയിലും കൃത്യമായി കഴിയുന്നത് പോലെ സ്നേഹം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല, അതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നമ്മളുടെ ഹൃദയത്തിലാണ് സ്നേഹം. സ്നേഹം ഒരു പക്ഷേ ഒരു മകളോടോ അല്ലെങ്കിൽ ഒരു മകനോടോ നമുക്ക് തോന്നാം, അത് സ്വാഭാവികമാണ്. പക്ഷെ നീതി കാണിക്കുന്ന വിഷയത്തിൽ കൃത്യമായി തന്നെ അത് നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ ഏതു രംഗത്തും നമ്മളുടെ കീഴിലുള്ള ആളുകളോട് പരമാവധി നീതി പുലർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. അങ്ങനെ നീതി കാണിക്കുന്ന ആൾക്കാണ് അതാണ് ഒന്നാമത്തെ വിഭാഗം. 2ാമത്തെ വിഭാഗം ഷാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്.
ഇതിൽ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ചെറുപ്പം, യൗവനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത് ഒരല്പം ശ്രമകരമായ കാര്യമാണ്. കാരണം എല്ലാവർക്കും അത് സാധിക്കാറില്ല. പലപ്പോഴും യൗവനം വളരെ വളരെ അലസമായി അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും അകന്ന് കൊണ്ട് ആണ് അധികം ആളുകൾക്കും സംഭവിക്കാറ്. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളർന്നു വരുന്നൊരു യുവാവ് ഇബാദത്തുകൾക്ക് ശ്രദ്ധ കൊടുത്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവാവ് തൻ്റെ എല്ലാ നിലക്കുമുള്ള ഷഹവത്തുകളും ഹവകളും എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിച്ച് അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളർന്നു വരുന്ന ഒരു യുവാവാണ്. അപ്പോൾ കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. തുടർന്നുമുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.